മുന്നേറിടാം യേശുവിൻ സാക്ഷികളായി. അവനല്ലോ ജീവനെ നൽകിയത്, ഭയമിനി വേണ്ടതില്ല. എഴുന്നേൽക്കാം, നാം മുന്നേറിടാം യേശുവിൻ സാക്ഷികളായി. അവനല്ലോ ജീവനെ നൽകിയത്, ഭയമിനി വേണ്ടതില്ല. അവൻ വിശ്വസ്തനാകും ദൈവമല്ലോ, താങ്ങി നമ്മെ നടത്തും. അവൻ വീരനം നാഥൻ കരുതുമെന്നേക്കും, പാടി വാഴ്ത്തിടാം അവനെ എന്നും. അവൻ വീരനം നാഥൻ കരുതുമെന്നേക്കും, പാടി വാഴ്ത്തിടാം അവനെ എന്നും. ക്രൂശിതനായി കർത്തൻ കാൽവരിയിൽ ജീവനെ നൽകിയതാ. ത്യാഗത്തെ ഓർത്തിടാം ഇന്നുമെന്നും, അവനല്ലോ രക്ഷയിൻ പാറ. ക്രൂശിതനായി കർത്തൻ കാൽവരിയിൽ ജീവനെ നൽകിയതാ. ത്യാഗത്തെ ഓർത്തിടാം ഇന്നുമെന്നും, അവനല്ലോ രക്ഷയിൻ പാറ. അവൻ വിശ്വസ്തനാകും ദൈവമല്ലോ, താങ്ങി നമ്മെ നടത്തും. അവൻ വീരനം നാഥൻ കരുതുമെന്നേക്കും, പാടി വാഴ്ത്തിടാം അവനെ എന്നും. അവൻ വീരനം നാഥൻ കരുതുമെന്നേക്കും, പാടി വാഴ്ത്തിടാം അവനെ എന്നും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം, ഓ ഗോഡ് യു ആർ മൈ ഗോഡ്, early will I seek you. ദൈവമേ, നീ എൻ്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. ആമേൻ. പരിശുദ്ധാത്മാവ് ദൈവമേ, ഈ തിരുവചനത്തിനായി സ്തോത്രം. ആത്മാവാം ദൈവമേ, അവിടെ ഞങ്ങളെ പഠിപ്പിക്കണമേ. വചനം കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അവിടുത്തോട് ഒരുപടി കൂടി ചേർന്ന് നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ വരണ്ട അവസ്ഥകൾ മാറി പുഷ്ടിയുള്ള ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. 63-ാം സങ്കീർത്തനം 1-ാം തിരുവചനം. O God, you are my God, early will I seek you. My soul thirsts for you, my flesh long for you, in a dry land and thirsty land, where no water is. ദൈവമേ, നീ എൻ്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നനവും നീരുറയുമുള്ള കാലങ്ങളും ഉണങ്ങി വരേണ്ട കാലങ്ങളും ഉണ്ട്. ദാവീദിന്റെ ജീവിതത്തിൽ ഈ രണ്ട് കാലങ്ങളും ഉണ്ടായി. ദാവീദ് ശൗൽ രാജാവിന് ഭയന്ന് യഹൂദാ മരുഭൂമിയിൽ ഉഴന്നു നടന്നപ്പോൾ ദാവീദിന്റെ ഹൃദയത്തിൽ വന്ന ഗാനമാണ് 63-ാം സങ്കീർത്തനം. 63-ാം സങ്കീർത്തനം 1-ാം വാക്യം കുറിവാക്യമായിട്ട് നമ്മൾ വായിച്ചു. തൻ്റെ ജീവിതാവസ്ഥയിൽ ചുറ്റും തിരിഞ്ഞു നോക്കിയപ്പോൾ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. അപ്പോൾ പാടിയ പാട്ടാണ് ആ വരണ്ട അവസ്ഥയിൽ. ഇന്ന് പ്രകൃതിയിലുള്ള വരൾച്ച പോലെ പലരുടെയും ജീവിതം ഉണങ്ങി വരണ്ടിരിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിലും, മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും, സഹോദരീ സഹോദരന്മാർ തമ്മിലുള്ള ബന്ധത്തിലും വരൾച്ച വർദ്ധിച്ചു വരികയാണ്. അകാരണമായി സ്വന്തക്കാർ നമ്മിൽ നിന്ന് അകലുമ്പോൾ നാം ഒരു വരണ്ട അവസ്ഥയിൽ എത്തപ്പെടുന്നു. നമുക്ക് ചുറ്റും ഉണ്ടാകൊണ്ടിരിക്കുന്ന ഒരു വരൾച്ചയുടെ അവസ്ഥയാണ്. അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ജീവിതത്തിലെ വരണ്ട അവസ്ഥകളിൽ ദാവീദ് എന്താ ചെയ്തെന്ന് വചനത്തിലൂടെ നമുക്കൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. സങ്കീർത്തനങ്ങൾ 63-ന്റെ 5-ഉം 6-ഉം വാക്യത്തിൽ ദാവീദ് പാടിയത് ഇങ്ങനെയാണ്: എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണന് മജ്ജയും
മേധസ്സും കൊണ്ട് എന്ന പോലെ തൃപ്തി വരുത്തുന്നു. എൻ്റെ വായ് സന്തോഷമുള്ള അധരങ്ങളാൽ അങ്ങേ സ്തുതിക്കുന്നു. രാത്രിയിൽ ആരോടും വെറുപ്പ് പുലർത്തി കിടക്കുവാൻ പോകരുത്. കിടക്ക നിർമ്മലമായിരിക്കണം. അത് ദൈവത്തെ ഓർക്കുവാനും നന്ദി പറയുവാനും ഉള്ള സ്ഥലമാവണം. മിക്ക പ്രവാചകങ്ങളുടെ പരിശുദ്ധാത്മാവ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് മിക്ക പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 1-ാം തിരുവചനം. കിടക്കമേൽ നീതികേട് നിരൂപിച്ച് തിന്മ പ്രവർത്തിക്കുന്നവർ കയ്യോ കഷ്ടം. അവർക്ക് പ്രാപ്തിയുള്ളതുകൊണ്ട് പുലരുമ്പോൾ തന്നെ അവർ അത് നടത്തുന്നു. ഈ അനീതി പ്രവർത്തിക്കാൻ പലർക്കും പല വിധത്തിലുള്ള കഴിവുകളാണ്. അത് രാത്രി കിടക്കുമ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് കിടക്കുകയാണ്. അങ്ങനെ ഒരു പ്ലാനിങ് കമ്മിറ്റിയിലുള്ള വ്യക്തിയാണോ സഹോദരി? ആ കമ്മിറ്റിയിൽ നിന്ന് നിന്റെ മെമ്പർഷിപ്പ് പിൻവലിക്കുക. നമ്മുടെ കിടക്ക വെറുപ്പിൻ്റെയും പോരിൻ്റെയും ചിന്തകൾ കുത്തിവെക്കേണ്ട സ്ഥലമല്ല. ഒരിക്കലുമല്ല. കാരണം 4-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, നടുങ്ങുവിൻ, പാവം ചെയ്യാതിരിപ്പിൻ, നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായി ഇരിപ്പിൻ. സ്തോത്രം. ദാവീദ് തന്റെ രാത്രിയാമങ്ങൾ ധ്യാനത്തിനായി ചിലവിട്ടപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നതായി നാം കാണുന്നു. ഉണങ്ങി വരേണ്ട ജീവിതാനുഭവങ്ങളിൽ ദൈവത്തിന് വേണ്ടിയുള്ള അന്തർദാഹം നമ്മൾ ഉണ്ടാകണം. ആ സമയത്ത് മറ്റൊന്നും ആഗ്രഹിക്കാനോ ദാഹിക്കാനോ പോകരുത്. ആ പ്രത്യേക സാഹചര്യത്തിലുള്ള ദാഹത്തിന് ദൈവത്തിന് മാത്രമേ നമ്മളെ സഹായിക്കാൻ കഴിയൂ. ജീവിതത്തിൽ നാം ഉണങ്ങി വരേണ്ടവരായിരിക്കേണ്ടവരല്ലെന്നേ, നനവുള്ളവരായി മാറേണ്ടവർ തന്നെയാണ്. നനവുള്ളവരായി മാറണമെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നനവുള്ളവരായി നാം മാറണമെങ്കിൽ ജീവ ഉറവയായ യേശുവിൻ്റെ അടുക്കൽ വരണം. കാരണം ആ വരൾച്ചയെ നനച്ചു തരുന്നത് ജീവന്റെ മൊഴികളാണ്. ആ ജീവന്റെ മൊഴികൾ കർത്താവിൻ്റെ അടുത്താണ്. ഇരമയ പ്രവാചകങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് ജെറമിയ ചാപ്റ്റർ 2:13, എന്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവിതത്തിന്റെ ഉറവയായി എന്നെ ഉപേക്ഷിച്ചു വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആധുനിക യുഗത്തിൽ ജീവിക്കുന്ന നമ്മൾ ഒത്തിരി കിണറുകൾ കുഴിക്കുന്നുണ്ട്. എല്ലാം പൊട്ടക്കിണറുകളാണ്. ഈ പൊട്ടക്കിണറുകൾ കുഴിക്കുന്നത് കൊണ്ടാണ് സ്തോത്രം സന്തോഷം സമാധാനം ഇല്ലാത്തത്. എന്തെല്ലാം കയ്യിലുണ്ടെങ്കിലും എവിടെയോ ഒരു വരൾച്ച. ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ മാത്രം ഞാൻ സംതൃപ്തി കണ്ടുവെന്ന് സെയിന്റ് അഗസ്റ്റിൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവത്തെ കൂടാതെ കിണർ കുഴിക്കാൻ പോയാൽ പൊട്ടക്കിണറായി പോകും. അപ്രകാരം ഒരു പ്രവൃത്തി ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. നാം വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ കുഴിച്ച് ഉണങ്ങിയ അസ്ഥികളെ പോലെ കഴിയേണ്ടവരല്ല. സ്തോത്രം. പരിശുദ്ധാത്മാവാകുന്ന നീരുറവയാൽ വളർന്ന് പന്തലിച്ച് അനേകർക്ക് ഫലം നൽകി നനവുള്ളവരായി നമ്മൾ മാറേണ്ടവരാണ്. ഇപ്രകാരമുള്ള ഒരു നീരുറവ നമുക്ക് എങ്ങനെ നേടാൻ കഴിയും? കർത്താവ് പറയുകയാണ്, യോഹന്നാൻ 4:14, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവ ആയിരിക്കും. ആമേൻ. വറ്റിപ്പോകാത്ത നീരുറവയിൽ നിന്നും കർത്താവ് തരുന്ന ജീവന്റെ ജലം നമുക്ക് കുടിച്ച് തൃപ്തരായി സന്തോഷത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഈ വചനങ്ങളാൽ പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കരുണാസമ്പന്നനായ സ്വർഗ്ഗപിതാവേ, ഞങ്ങളുടെ ആയുസിന്റെ ഒരു പ്രഭാതം കൂടെ കാണുവാൻ അവിടെ ഞങ്ങളെ ആകർഷിച്ചടിപ്പിച്ചതിനായി സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ ഉറക്കത്തിൽ ഉറങ്ങാതെ മയങ്ങാതെ ഞങ്ങളെ കാത്തു പരിപാലിച്ചത് കൊണ്ട് തിരുമുഖം കണ്ടുണരുവാൻ അവിടെ ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഇന്ന് അടിയങ്ങളോട് സംസാരിച്ച തിരുവചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് നീരുറവ വറ്റിപ്പോകാതെ, വരണ്ടുണങ്ങി ശുഷ്കിച്ചു പോകാതെ പുഷ്ടി പ്രാപിച്ച് നിത്യജീവന്റെ അവകാശികളായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഈ ഭൂമിയിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളാൽ ഞങ്ങൾ വരണ്ടു പോകാതെ അങ്ങയിൽ ആശ്രയിച്ചു ശക്തിപ്പെട്ട് അങ്ങയോട് പറ്റിച്ചേർന്ന് ശക്തി പ്രാപിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് വചനം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിക്കണം. കുടുംബമായി ഞങ്ങളെ അനുഗ്രഹിക്കണം. സഭയായി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി. ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കർത്താവെ, വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് കുടുംബത്തിൽ പ്രശ്നമുള്ളവരുണ്ട് കർത്താവെ. പരസ്പരം സ്നേഹിക്കാനോ സഹകരിക്കാനോ അംഗീകരിക്കുവാനോ കഴിയാത്ത കുടുംബങ്ങളുണ്ട് കർത്താവെ. തകർച്ചയിലായിരിക്കുന്ന വ്യക്തികളുണ്ട്. പല മേഖലകളിൽ ഉയരാൻ സാധിക്കാതെ കണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്.
കർത്താവെ, അവരെയെല്ലാം തിരുക്കരങ്ങളിൽ തരുന്ന കർത്താവെ, അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ കരം വെച്ച മക്കളെ സ്പർശിച്ചിരിക്കാൻ സ്തോത്രം, വിടുവിച്ചിരിക്കാൻ സ്തോത്രം, സൗഖ്യം കൊടുത്തതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ കടബാധ്യതകൾ മാറട്ടെ. നീ കടം വാങ്ങിക്കുന്നവനായിരിക്കില്ല, കടം കൊടുക്കുന്നവനായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അവിടുന്ന് തലയാക്കുന്നതിനായി സ്തോത്രം, അതിരുകളെ വിശാലമാക്കുന്നതിനായി സ്തോത്രം. മാവ് കുഴക്കുന്ന തൊട്ടിയെ അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി. ഞങ്ങളുടെ വയലുകളെ അനുഗ്രഹിച്ചനായി സ്തോത്രം, തോട്ടങ്ങളെ അനുഗ്രഹിച്ചനായി സ്തോത്രം, ഫാക്ടറികളെ അനുഗ്രഹിച്ചനായി സ്തോത്രം, ഓഫീസുകളെ അനുഗ്രഹിച്ചനായി സ്തോത്രം, ബിസിനസ്സുകളെ അനുഗ്രഹിച്ചനായി സ്തോത്രം. കർത്താവ്, ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളിൽ ഹല്ലേലൂയ പരസ്പരം സന്തോഷത്തോടെ അവിടുന്ന് ഞങ്ങളെ നയിക്കുന്നതിനായി നന്ദി പറയുന്നു. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം. ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കാലഘട്ടത്തിൻ്റെതായ സകല ദുഷ്ടശക്തിയുടെ പ്രവർത്തനം കാണും കുഞ്ഞുങ്ങളുടെ ജീവിതം വരണ്ട അവസ്ഥയിൽ നിന്ന് നിർജീവ അവസ്ഥകൾ മാറി സജീവ അവസ്ഥയിൽ പുഷ്ടിപ്പെട്ട തലമുറകളായി ജീവിക്കാൻ അവരെ സഹായിക്കണം. ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി നന്ദി. പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള ഓരോ മക്കളെയും പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദി അപ്പാ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പിന്തുടരാം താതൻ പാതയെ നാം അനുദിനം മറന്നിടാതെ, ചേർത്തിടുമേ നമ്മെ ഒരു ദിവസം സ്വർഗീയ ഭവനമതിൽ. പിന്തുടരാം താതൻ പാതയെ നാം അനുദിനം മറന്നിടാതെ, ചേർത്തിടുമേ നമ്മെ ഒരു ദിവസം സ്വർഗീയ ഭവനമതിൽ. അവൻ വിശ്വസ്തനാകും ദൈവമല്ലോ, താങ്ങി നമ്മെ നടത്തും. അവൻ വീരനം നാഥൻ കരുതുമെന്നേക്കും, പാടി വാഴ്ത്തിടാം അവനെ എന്നും. അവൻ വീരനം നാഥൻ കരുതുമെന്നേക്കും, പാടി വാഴ്ത്തിടാം അവനെ എന്നും. എഴുന്നേൽക്കാം നാം മുന്നേറിടാം യേശുവിൻ സാക്ഷികളായി. അവനല്ലോ ജീവനെ നൽകിയത്, ഭയമിനി വേണ്ട